എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻ സാലറിയുടെ നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ജനറൽ സ്കിൽഡ് മൈഗ്രേഷനകത്തുള്ള 189 PR വിസയുടെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഇത് ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻസ് ആണ്. ഇത് പോയിന്റ് ബേസ്ഡ് വിസയാണ്. പോയിന്റ് ബേസ്ഡ് വിസ സബ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഈ പോയിന്റ് നമ്മുടെ പോയിന്റ് മിനിമം വേണ്ടിയ പോയിന്റ് എന്ന് പറയുന്നത് 65 ആണ്. 65 എന്ന് പറയുന്നത് നമ്മുടെ ഓൺ സ്കില്ലാണ്. നമുക്ക് എക്സ്ട്രാ പോയിന്റ് ഒന്നും കിട്ടത്തില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മിനിമം 65 ഉണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 30,000 പൊസിഷൻസ് ഫെഡറൽ ഗവൺമെൻറ് ഇതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30,000 പൊസിഷൻസ്. പക്ഷേ ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയർ 2023 ജൂലൈ തൊട്ട് 2024 ജൂൺ 30 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിൽ അത് ഏകദേശം അതിൻ്റെ ഹാഫ്, അതായത് അറൗണ്ട് 17,000 പൊസിഷൻസ് ആണ് 189 വിസയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിസ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 65 പോയിന്റ് ഉണ്ടെങ്കിൽ, പ്രൊവൈഡഡ് നമ്മൾ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം. ലെസ് ദാൻ 45 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരിക്കണം, ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ആൻഡ് 6 ഈച്ച് അല്ലെങ്കിൽ PTEക്ക് 50 ഈച്ച് സ്കോർ ഉണ്ടായിരിക്കണം. നന്ദി.